പാലക്കാട് ജില്ലയിലെ സ്ഫോടനങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ തീരുമാനം. പാലക്കാട് നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മൂത്താൻതറ ദേവി വിദ്യാനികേതൻ സ്കൂളിന് സമീപത്തും പുതുനഗരത്തിലും SDPI കേന്ദ്രമായ മാങ്ങോടുമാണ് സ്ഫോടനങ്ങളുണ്ടായത്. കല്ലേക്കാട് നിന്നും സ്ഫോടക വസ്തുക്കളും പിടികൂടിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ജില്ലാ പോലീസ് മേധാവി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനായി തീരുമാനിക്കുന്നത്. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, എങ്ങനെയാകും ഇനിയുള്ള അന്വേഷണം? വിഷ്ണു, കഴിഞ്ഞ മാസം 20-ാം തീയതിയാണ് മൂത്താന്തറ ദേവി വിദ്യാനികേതൻ സ്കൂളിന് മുന്നിൽ സ്ഫോടനം ഉണ്ടായത്. ഒപ്പം കഴിഞ്ഞ ഉത്രാടം ദിനത്തിലാണ് ഈ SDPI കേന്ദ്രമായ പാലക്കാട് പുതുനഗരത്തെ മാങ്ങോട് സ്ഫോടനം ഉണ്ടായത്. ഏതായാലും ഈ രണ്ട് സംഭവങ്ങളും അന്വേഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക സംഘത്തെ നിയോഗിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഒരു ASPയുടെയും മറ്റു നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമായിരിക്കും ഇത് അന്വേഷിക്കുക എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. പാലക്കാട് നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ മൂത്താന്തറ ദേവി വിദ്യാനികേതൻ സ്കൂളിന് സമീപത്തും സ്ഫോടനം ഉണ്ടായത്. പുതുനഗരം പോലീസ് സ്റ്റേഷൻ പരിധിയാണ് ഈ SDPI കേന്ദ്രമായ മാങ്ങോട് വരുന്നത് എന്നുള്ളതാണ്. അത് മാത്രമല്ല, കല്ലേക്കാട് നിന്ന് സ്ഫോടക വസ്തുക്കൾ പിടികൂടുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ജില്ലാ പോലീസ് മേധാവി ഇത്തരത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. DSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷണത്തിന് നേതൃത്വം നൽകും എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. നിലവിൽ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ, ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ്, എക്സ്പ്ലോസീവ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരും ഒക്കെ അന്വേഷണ സംഘത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ്. കൂടാതെ ഈ ക്വാറിയിലെ സ്ഫോടക വസ്തുക്കൾ വരുന്നതിന്റെ വിവരങ്ങളും ശേഖരിക്കും. ഈ കോയമ്പത്തൂരിൽ കഴിഞ്ഞ മാസം 26-ാം തീയതി ജലാറ്റിൻ സ്റ്റിക്കും അതുപോലെ തന്നെ കോയമ്പത്തൂർ തീവ്രവാദ വിരുദ്ധ സേന വലിയ രീതിയിലുള്ള ഈ മാരക സ്ഫോടക ശേഷിയുള്ള വസ്തുക്കളും ഒക്കെ പിടികൂടിയിരുന്നു. ഇത് കേരളത്തിലേക്ക് വരുന്ന ലോറിയിലാണ് പിടികൂടിയത്. ഇതിന്റെ വിവരങ്ങൾ ഉൾപ്പെടെ അന്വേഷണ സംഘം ശേഖരിക്കും എന്നുള്ളതാണ്. ഏതായാലും രണ്ടിടത്തിലും സ്ഫോടനത്തിന് പിന്നിൽ SDPI ആണെന്ന് നേരത്തെ തന്നെ BJP ആരോപിച്ചിരുന്നു. ജില്ലയെ കലാപഭൂമിയാക്കാനുള്ള SDPIയുടെ ശ്രമമാണ് ഇതെന്നുള്ള ആരോപണവും BJP ഉന്നയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്താൻ നിൽക്കുന്നത് എന്നുള്ളതാണ്. ശരി, അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.